നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലേക്ക് ഫ്രഞ്ച് താരം അലക്സാണ്ടർ കോയഫിനെ കഴിഞ്ഞ ദിവസം എത്തിച്ചല്ലോ. ഒരു വർഷത്തേക്കാണ് അദ്ദേഹവുമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് കോൺട്രാക്റ്റ് ഉള്ളത്. അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുന്നതിലൂടെ ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. പോയ സീസണിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയായിരുന്നു എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. അദ്ദേഹം പോയ സീസണിൽ ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള SMKന് വേണ്ടിയിട്ടാണ് കളിച്ചത്. ആ ഒരു സീസണിൽ ലീഗ് 2-ലാണ് കളിക്കുന്നത്. 20 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു. 990 മിനിറ്റ് കളിക്കളത്തിൽ നിന്നിട്ട് 3 അസിസ്റ്റും 3 അസിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിഫൻഡർക്ക് അതുപോലെ ഇതാണ്. 18 ഇൻ്റർസെപ്ഷൻസ്, 30 ടാക്കിളുകൾ, 72 ബോൾസ് അദ്ദേഹം റിക്കവർ ചെയ്തു, 42 ക്ലിയറൻസുകൾ, ഡ്യുവൽസ് 64 എണ്ണം വിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ 57% അതിൻ്റെ ഒരു ആവറേജ് വരിക. ഒരേ ഒരു തവണ മാത്രമേ അദ്ദേഹം കാർഡ് കണ്ടിട്ടുള്ളൂ ഫുൾ സീസണിൽ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ ബ്ലാസ്റ്റേഴ്സിന് പ്രതിരോധത്തിൽ പ്രതീക്ഷ വെക്കാവുന്ന താരം തന്നെയാണ് അലക്സാണ്ടർ കോയഫ് എന്നർത്ഥം. അദ്ദേഹത്തെക്കുറിച്ച് ഇന്നലെ SD പറഞ്ഞത്, അദ്ദേഹത്തിൽ നിന്ന് എന്ത് ടീം പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് കരോലിസ് കിൻസ്കിസ് പറഞ്ഞത് നോക്കുക. അദ്ദേഹം പറയുന്നു, അലക്സാണ്ടറെ തീർച്ചയായിട്ടും ടീമിലേക്ക് മച്ച് നീഡഡ് എക്സ്പീരിയൻസും ക്വാളിറ്റിയും കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ടീമിൻ്റെ ഡിഫറെൻറ്റ് പൊസിഷൻസ് അദ്ദേഹം വരുന്നതോടുകൂടി റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. അഡീഷണലി വി എക്സ്പെക്ട് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഫ്രം ഹിം. അദ്ദേഹത്തിൽ നിന്ന് ലീഡർഷിപ്പ് ക്വാളിറ്റിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതാണ് ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ക്വാളിറ്റി, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പൊസിഷനുകളിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയും. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സെൻട്രൽ ബാക്ക് ആണെങ്കിലും റൈറ്റ് ബാക്ക് ആയിട്ടും ഡിഫൻസീവ് മിഡായിട്ടും ഒക്കെ കളിക്കാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ ആ പൊസിഷനുകളിലൊക്കെ ടീമിനെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യാനും കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ടീമിന് ഗുണകരമാവും എന്നും പ്രതീക്ഷിക്കുന്നു. സമയം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടി, അലക്സാണ്ടർ കോയഫിൻ്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ യെല്ലോ ആർമിയെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഈ ഒരു വാം വെൽക്കമിന് ഞാൻ നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു വെൽക്കം എൻ്റെ കരിയറിൽ വളരെ റെയറായിട്ട് മാത്രം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. എന്തായാലും ഐ ക്യാൻ വൈബ്രേറ്റ് വിത്ത് യു ഓൺ ദി ഗ്രൗണ്ട്, സീ യു സൂൺ എന്നാണ് അദ്ദേഹം പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.